മഹ്ശറിലേക്ക് കടന്നു വരുന്ന 12ാമത്തെ വിഭാഗം ആരാണ്? 1 മുതൽ 11 വരെ നമ്മൾ പറഞ്ഞു അല്ലേ? അതിലൊന്നും നമ്മെ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ, അവരൊക്കെ നിർഭാഗ്യവാന്മാരാണ്. അതേ സമയത്ത് 12ാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർ വലിയ ഭാഗ്യവാന്മാരാണ് സഹോദരങ്ങളെ. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് അവർ? ഏത് രൂപത്തിലാണ് അവർ വരുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക, വജൂഹും മിസൽ ഖമരി ലൈലത്തുൽ ബദർ, 14ാം രാവിന്റെ ചന്ദ്രശോഭ പോലെ അവരെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമായിരിക്കും. പ്രകാശിക്കുന്ന മുഖമുള്ളവരാണ് ഈ കടന്നു വരുന്ന ആളുകൾ. സിറാത്ത് പാലം അവർ ഇടിമിന്നും പ്രകാരം വിട്ടുകിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരെ ജനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അതാ ആളുകൾ നോക്കി നിൽക്കുന്നു. ആരാണ് റബ്ബേ ഇവര്? എന്ത് നന്മയാ ഇവര് ചെയ്തത്? എത്ര വലിയ ഭാഗ്യവാന്മാരാ! ഇവരെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമുണ്ടല്ലോ. ആരാണെന്ന് ചോദിക്കുമ്പോ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുന്നു. ഹഉലാഇല്ലദീന യഅമലൂനസ് സാലിഹാത്ത്, ഇവർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാ, സ്വാലിഹായ അമലുകൾ ചെയ്ത ആളുകളാണ്, തിന്മയിൽ നിന്ന് മാറി നിന്നവരാണ്, നിസ്കാരത്തിന് സൂക്ഷിച്ചവരാ. വയഹ്ഫദൂന സ്വലാത്തുൽ ഖംസ് മഅൽ ജമാഅ, ജമാഅത്തായി 5 വക്ത് നിസ്കാരം അവർ നിസ്കരിച്ചവരാ. അതുകൊണ്ട് അല്ലാഹ് അവർക്ക് കൊടുത്ത വലിയ ബഹുമാനമാ. അവരെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം ഉണ്ടേ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. സൂറത്തുൽ ഹദീദ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമൊക്കെ പരസ്പരം കാണുന്നൊരു ദിവസമുണ്ട്. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുൻഭാഗത്തും അവരുടെ വലതുഭാഗത്തുമൊക്കെ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പ്രകാശമുള്ള ചില ആളുകള്, വിശ്വാസികള് മഹ്ശറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. 1 മുതൽ 12 വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. ആ 11 വരെയും പറഞ്ഞ വിഭാഗം നിർഭാഗ്യവാന്മാരാണ് സഹോദരങ്ങളെ. അതിലൊരാളെയും ആ വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താതെ ഈ അവസ്ഥ